ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വാശിയേറിയ മത്സരത്തിൽ തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഹാട്രിക്കിൽ കുറഞ്ഞ് ഒന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായുള്ള മത്സരത്തിനാണ് അല്പസമയത്തിനകം തന്നെ കലൂർ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മഞ്ഞപ്പടയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അവർ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം വിദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ എത്തിക്കുക, ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് പരിശീലനം അടക്കം ഏർപ്പെടുത്തുക എന്നുള്ള ആവശ്യങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് മഞ്ഞപ്പട വെച്ചത്. ആ മഞ്ഞപ്പടയുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും ചെറിയൊരു പ്രതിഷേധത്തിന് സ്വരം മഞ്ഞപ്പട ഇന്ന് ഉയർത്തുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് ഗാലറിയിൽ ഒരു ചെറിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് മഞ്ഞപ്പട. എന്നാലും ആവേശം അലതല്ലിയടിക്കുന്ന ഒരു മത്സരത്തിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഇന്നിവിടേക്ക് എത്തുന്നില്ല എന്നത് എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായുള്ള ആ മത്സരം 20 പോയിന്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 9ാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിലുള്ളത്. 5ാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായാണ് അവർ ഏറ്റുമുട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആവേശം ഒപ്പം തന്നെ ആശങ്കയൊക്കെ ആരാധകർക്കുണ്ട്. അവരോട് തന്നെ ചോദിച്ചറിയാം, എവിടെ നിന്നാണ് വരുന്നത്? അപ്പം എങ്ങനെ ഇന്നത്തെ മത്സരം എന്തായാലും ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മളെ കൂടുതൽ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ കൈവിട്ട് പോകുന്നൊരു ഇത് ഭയമുണ്ട്. കഴിഞ്ഞ 2 മത്സരത്തിൽ നല്ല ജയമായിരുന്നു, ഒഡീഷയോട് നല്ല തകർപ്പൻ ജയം. അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസമല്ലേ? ലക്ഷദ്വീപിൽ നിന്നാണ് ഇവിടെ കൊച്ചിയിൽ വരെ എത്തിയത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇന്നത്തെ മത്സരം എന്താ പൂർണ്ണമായ പ്രതീക്ഷയാണോ? പ്രതീക്ഷയുണ്ട്. റിസ്വാൻ, ഞാൻ മലപ്പുറം, അവിടെ പഠിക്കുകയാണ്, ഇടുക്കി. മലപ്പുറംകാരെ സംബന്ധിച്ചോളം നിങ്ങളെ ഫുട്ബോളിന്റെ ടീം അപ്പൊ എന്തായാലും ജയിക്കും. അപ്പൊ കാണികൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാണികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. മറ്റ് മത്സരങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണികൾ ഇത്രയൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിൽ എത്തേണ്ടത്. പക്ഷേ നിർണായകമായ മത്സരത്തിൽ പ്ലേ ഓഫ് സാധ്യതകൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പിക്കുന്ന ഈ മത്സരത്തിൽ എന്താകുമെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൊച്ചിയിൽ നിന്നും അനൂപിനൊപ്പം YS അഭിനന്ദ്, 24.